പൂഞ്ചിൽ നിന്ന് ബാലഗോപാൽ തുടരുന്നുണ്ട്. ബാലു, അവിടുത്തെ നിലവിലെ സാഹചര്യം എന്താണ്? ഷെല്ലാക്രമണം ഇപ്പോഴും പൂഞ്ച് മേഖലയിൽ തുടരുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇന്ത്യ പ്രതിരോധിക്കുന്നുണ്ട്, ഇന്ത്യ തിരിച്ചടിക്കുന്നുണ്ട്. അതിർത്തിയിലെ സാഹചര്യം എന്താണ് ബാലു? ഇന്ന് പുലർച്ചെ വരെ ഈ ഷെല്ലിംഗ് നടന്നിരുന്നു. കാരണം അതിൻ്റെ ശബ്ദമൊക്കെ നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയുമായിരുന്നു. നാട്ടുകാരൊക്കെ സംസാരിക്കുമ്പോൾ പലരും പറഞ്ഞിരുന്നത് ഈ ഷെല്ലിംഗ് മാത്രമല്ല, പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് മിസൈൽ ആക്രമണവും ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ചൊരു ഔദ്യോഗികമായ സ്ഥിരീകരണം നമുക്ക് ലഭ്യമായിട്ടില്ല. ഏതായാലും ഇന്നലെ രാത്രി മുതൽ ഒരു 10 മണി മുതൽ ഇന്ന് രാവിലെ ഈ സൂര്യൻ ഉദിക്കുന്നത് വരെയും ഈ ശബ്ദം നമുക്ക് കേൾക്കാമായിരുന്നു. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഏതാണ്ട് ആ മലയുടെ ഭാഗത്ത് അവിടെ നിന്നായിരുന്നു ഈ വ്യാപകമായ ശബ്ദം. നിയന്ത്രണ രേഖ ഏതാണ്ട് ആ ഭാഗത്താണ് വരുന്നത്. ഒരു 6-7 കിലോമീറ്റർ അപ്പുറത്ത് ആണ് ആ മല ഉള്ളത്. ആ ഭാഗത്ത് നിന്ന് വലിയ ശബ്ദം, അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ ഈ പ്രകാശം, ഇതൊക്കെ ആയിരുന്നു നമുക്ക് രാത്രി മുഴുവൻ കാണാൻ വേണ്ടി കഴിഞ്ഞിരുന്നത്. ഇന്നലെ 9 മണി തൊട്ട് ഈ പൂഞ്ചിൽ ബ്ലാക്ക് ഔട്ട് ആയിരുന്നു. ഒരു തരത്തിലും ഉള്ള വൈദ്യുതി ബന്ധം ഇല്ലായിരുന്നു. അതുപോലെ തന്നെ ആൾക്കാർക്ക് പുറത്തേക്ക് ഇറങ്ങുന്നതിന് കർശനമായ ഈ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും നമുക്ക് കാണാം ഏതാണ്ട് പൂഞ്ച് നഗരം തന്നെ ആകെ വിജനമാണ്. ഈ വീടുകളുടെയൊക്കെ ഈ മുഴുവൻ ജനലുകൾ, വാതിലുകളൊക്കെ അടച്ചിരിക്കുകയാണ്. ആൾക്കാർ ഇതുവരെയും പുറത്തേക്ക് വന്നിട്ടില്ല. ഈ ഷെല്ലിങ്ങിലൊക്കെ എന്ത് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് അറിയില്ല. കാരണം അത് സംബന്ധിച്ച് കുറച്ചുകൂടി കഴിയുമ്പോൾ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. എൻ്റെ ഒരു ഭാഗത്ത് ഒഴുകുന്നത് പൂഞ്ച് നദിയാണ്. പൂഞ്ച് നദി അതിൻ്റെ സർവ്വപ്രതാപങ്ങളോടെയും ഒഴുകുകയാണ്. പക്ഷേ അതിൻ്റെ ആ ഭാഗത്തും വലിയ തോതിലുള്ള, അതായത് ആ പ്രദേശത്തും വലിയ തോതിലുള്ള ഷെല്ലിംഗ് നടന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അതിനൊക്കെ കാരണം എന്താണ് ഇന്നലെ രാത്രി സംഭവിച്ചത്, അതിൻ്റെ ആഘാതം എത്രത്തോളമാണ്, അത് അറിയണമെങ്കിൽ ഇനിയും കുറച്ചുകൂടി കഴിയണം. കാരണം ഇപ്പോഴൊന്നും നമുക്ക് റോഡിലേക്ക് പുറത്തിറങ്ങാൻ വേണ്ടി കഴിയുന്ന ഒരു സാഹചര്യമല്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ മുകളിൽ നിന്നാണ് ഈ ലൈവ് നൽകുന്നത്. കാരണം ഈ ഹോട്ടലിൽ തന്നെ പുറത്ത് നിന്ന് ഈ ഹോട്ടൽ ഉടമകൾ ലോക്ക് ചെയ്തിരിക്കുകയാണ്. കാരണം ആരും പുറത്തേക്ക് ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി കഴിയാത്തത്. എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ആഘാതം സംബന്ധിച്ചുള്ള ഒരു കൃത്യമായ ഒരു ചിത്രം നമുക്ക് ഇതുവരെയും ലഭ്യമായിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ആര്യ, വലിയ നാശനഷ്ടം ഈ മേഖലകളിൽ ഉണ്ടായിരിക്കാനാണ് സാധ്യത. കാരണം സിവിലിയൻ മേഖലകളിലേക്കായിരുന്നു ഈ പാകിസ്ഥാൻ്റെ ഷെല്ലിങ്ങും മറ്റും ഉണ്ടായിരുന്നത്. അത് മണിക്കൂറുകളോളം നീണ്ടു നിന്നിരുന്നു. ഞാനും ജഗദീഷും ഇന്നലെ രാത്രി മുഴുവൻ ഏതാണ്ട് ഉറക്കമെണീച്ച് ഇരിക്കുകയായിരുന്നു. കാരണം ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ശബ്ദം നമുക്ക് കേൾക്കാമായിരുന്നു. അതുപോലെ തന്നെ ഈ ബ്ലാക്ക് ഔട്ടിൻ്റെ സമയത്ത് സൈറൻ മുഴങ്ങുന്നുണ്ടായിരുന്നു. ഈ സൈനിക വാഹനങ്ങളൊക്കെ ഈ പ്രദേശത്ത് ഈ പരിശോധനകളും, അതായത് സൈനിക വാഹനങ്ങൾ മാത്രമായിരുന്നു ഇന്നലെ നിരത്തുകളിലും മറ്റും ഉണ്ടായിരുന്നത്. ഏതായാലും ഈ പൂഞ്ചിൽ മാത്രമല്ല, രജോരിയിലും ഈ അതിർത്തി മേഖലകളിൽ വലിയ തോതിലുള്ള സ്ഫോടക ശബ്ദങ്ങൾ ഇന്നലെ രാത്രി കേട്ടിരുന്നു എന്നാണ് വാർത്താ ഏജൻസികളും മറ്റും റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ജമ്മു മേഖലയിലാണ് യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലത്തെ ഈ പാകിസ്ഥാൻ്റെ പ്രകോപനം മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. ഈ ജമ്മു, അതുപോലെ തന്നെ ഉധംപൂർ, അഗ്നൂർ, ഈ പൂഞ്ച്, രജോരി തുടങ്ങിയ മേഖലകളിലായിരുന്നു ഈ പാകിസ്ഥാൻ്റെ പ്രകോപനം ഉണ്ടായിരിക്കുന്നത്. പൂഞ്ചിലും അതുപോലെ തന്നെ രജോരിയിലും ഈ ഡ്രോൺ അറ്റാക്കുകൾ ഉണ്ടായതായി ഇതുവരെ റിപ്പോർട്ടില്ല. മറിച്ച് ഈ 2 പ്രദേശങ്ങളിൽ, നിയന്ത്രണ രേഖയ്ക്ക് ഏറ്റവും അടുത്ത് കഴിയുന്ന ഈ 2 പ്രദേശങ്ങളിലും വ്യാപകമായ തോതിൽ ഷെല്ലിംഗ് നടന്നിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് നാട്ടുകാരൊക്കെ പറയുന്നത് മിസൈൽ ആക്രമണം നടന്നിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അത് നമുക്ക് കൺഫേം ചെയ്ത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കഴിയില്ല. നാട്ടുകാരുടെ കാരണം ഷെല്ലിങ്ങിൽ സാധാരണ കേൾക്കുന്നതിനേക്കാളും വലിയ ശബ്ദമൊക്കെ പലപ്പോഴും ഇവിടെ കേട്ടിരുന്നു എന്നാണ് ഈ തദ്ദേശവാസികളും മറ്റും, അതായത് ഈ ഹോട്ടലിലുള്ള മറ്റു ആൾക്കാരും ഒക്കെ നമ്മളോട് രാവിലെ സംസാരിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. നിലവിൽ ഇവിടുത്തെ മുഴുവൻ ഈ ഹോട്ടലുകൾ, കടകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, വീടുകൾ എന്നിവയൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. ഒരു 8 മണിയോടുകൂടി മാത്രമായിരിക്കും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി കഴിയുന്നത്. അതിനു മുമ്പ് ഇറങ്ങരുതെന്നാണ് ഇപ്പോൾ ഇവരൊക്കെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളോട് എത്രയും പെട്ടെന്ന് ഈ നഗരത്തിൽ നിന്ന് മാറണമെന്നും ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഇവിടെ സുരക്ഷിതമല്ല. കാരണം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ തൊട്ടടുത്ത ദിവസം രാവിലെ 10 മണിക്കാണ് ഈ പാകിസ്ഥാൻ്റെ ഷെല്ലിംഗ് തുടങ്ങിയത്, ഈ മേഖലയിൽ തുടങ്ങിയത്. രാത്രി മാത്രമല്ല, പകലും പാകിസ്ഥാൻ്റെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഒട്ടും സുരക്ഷിതമല്ല നിലവിൽ പൂഞ്ചും രജോരി തുടങ്ങിയ മേഖലകൾ എന്നാണ് ഈ തദ്ദേശവാസികളും മറ്റും പറയുന്നത്.
പൂഞ്ച് രജൌരി തുടങ്ങിയ മേഖലകൾ ഒട്ടും സുരക്ഷിതമല്ല എന്നൊരു വിവരമാണ് വരുന്നത്. ആളുകളോട് മാറി താമസിക്കുവാൻ അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ബാലു നിൽക്കുന്ന ഹോട്ടലിനടക്കം പുറത്തേക്ക് ഇറങ്ങരുത് എന്നുള്ളതാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ബാലു, ഇവിടെ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകുന്നത്, പുറത്തിറങ്ങരുത്. നമുക്കറിയാം ബ്ലാക്ക് ഔട്ട് ആയിരുന്നു. ഇപ്പോൾ ഇവിടെ വൈദ്യുതി ബന്ധമൊക്കെ പുനഃസ്ഥാപിച്ചിട്ടുണ്ടോ? ആളുകൾക്ക് നൽകുന്ന മറ്റ് നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ജയലക്ഷ്മി, ഇന്നലെ രാത്രി 9 മണി തൊട്ട് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ ഉൾപ്പെടെ വൈദ്യുതി ബന്ധമില്ല എന്ന് മാത്രമല്ല, ഈ ബ്ലാക്ക് ഔട്ടിനെ സംബന്ധിച്ച് നമുക്ക് സാധാരണ ഉള്ള അറിവിൽ അപ്പുറത്തെ ചില കാര്യങ്ങൾ കൂടിയുണ്ട്, പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാവുന്നതാണ്. ഒന്ന്, ഈ ബ്ലാക്ക് ഔട്ടിൻ്റെ സമയത്ത് മുഴുവൻ വാതിലുകളും ജനലുകളും ഒക്കെ അടച്ചിടണം എന്നതാണ്. അതുപോലെ തന്നെ ഈ സൈറനും മറ്റും കേൾക്കുകയാണെങ്കിൽ നമ്മൾ ഈ കട്ടിൽ, അതായത് കട്ടിലോ അല്ലെങ്കിൽ മേശയോ ഇതിൻ്റെയൊക്കെ അടിയിൽ കിടക്കണം എന്നാണ് ഞങ്ങളോട് ഇന്നലെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞത്. അതായത് ഈ ഷെല്ലിങ്ങും മറ്റും ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് സുരക്ഷിതമായി കഴിയാൻ വേണ്ടി കഴിയുന്ന ഒരു സ്ഥലം എന്ന രീതിയിൽ അങ്ങനെ കേൾക്കുകയാണെങ്കിൽ നമ്മൾ ആ സമയത്ത് ഈ കട്ടിലിൻ്റെ അടിയിലോ അല്ലെങ്കിൽ മേശയ്ക്കടിയിലോ ഒക്കെ കിടക്കണമെന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. ഈ ബ്ലാക്ക് ഔട്ട് ഇപ്പോഴും തുടരുന്നുണ്ട്. പക്ഷേ ബ്ലാക്ക് ഔട്ടിൽ ഈ വൈദ്യുതി ബന്ധം ഇതുവരെയും പുനഃസ്ഥാപിക്കപ്പെട്ടില്ല. പക്ഷേ പ്രഭാതം പൊട്ടിവിടർന്നിട്ടുണ്ട്. നമുക്ക് കാണാം പിന്നിൽ ഈ നല്ല പ്രകാശം ഇപ്പോഴുണ്ട്. ഈ ദൃശ്യങ്ങളിൽ ഒന്നുകൂടി ഞാൻ മനോഹരമായ പൂഞ്ചിൻ്റെ ആ ദൃശ്യങ്ങൾ കാണിക്കാൻ വേണ്ടി പറയാം. ഈ അവിടെ ഈ മറ്റ് തരത്തിലുള്ള, അതായത് നിയന്ത്രണങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. ഒരുപക്ഷെ ഈ ശക്തമായ ഷെല്ലിങ്ങും മറ്റും നടത്തുന്നത് കൊണ്ടാകാം ആൾക്കാർ ആരും തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നില്ല. നമ്മൾ ഈ വീടുകളിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ വീടുകളുടെ നിന്നും മുകളിൽ പോലും അല്ലെങ്കിൽ എല്ലാ വീടുകളും ഈ അടഞ്ഞു കിടക്കുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. സ്വാഭാവികമായും നാട്ടുകാരെയൊക്കെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. സാധാരണഗതിയിൽ ഈ സിവിലിയൻ മേഖലകളിലെ പാകിസ്ഥാൻ ഒരു കാലം ഈ മുമ്പൊന്നും പൂഞ്ചിലെ സിവിലിയൻ മേഖലകൾ അവർ ടാർഗറ്റ് ചെയ്തിരുന്നില്ല. 1999 കാർഗിൽ യുദ്ധസമയത്ത് മാത്രമാണ് ഈ പാകിസ്ഥാൻ്റെ ഷെല്ലുകൾ 4-5 തവണ ഈ സിവിലിയൻ ഗ്രാമങ്ങളിൽ, അതായത് പൂഞ്ച് നഗരത്തിലും മറ്റും വീണിരുന്നത്. പക്ഷേ കഴിഞ്ഞ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നിലവിട്ട പാകിസ്ഥാൻ, കൈവിട്ട പാകിസ്ഥാൻ അവരുടെ വിഭ്രാന്തിയിൽ അവർ ഇന്ത്യയിലെ ഈ ജനവാസ കേന്ദ്രങ്ങളിലേക്ക്, പ്രത്യേകിച്ച് പൂഞ്ചിലേക്ക് അതിർത്തിയിലെ പൂഞ്ചിലെ ജനവാസ കേന്ദ്രങ്ങളിലേക്കാണ് ഇപ്പോൾ അവരുടെ ഷെല്ലിങ്ങും മറ്റും നടക്കുന്നത്. ഈ നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഈ ഭീകര ക്യാമ്പുകൾ മാത്രമാണ് ലക്ഷ്യമിട്ടിരുന്നത്. കാരണം പാകിസ്ഥാൻ്റെ സൈനിക ഇൻസ്റ്റലേഷൻസ് പോലും നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ആദ്യഘട്ടത്തിൽ നമ്മൾ ലക്ഷ്യമിട്ടിരുന്നില്ല. പക്ഷേ നമുക്കെതിരെ പ്രകോപനം ഉണ്ടായപ്പോൾ മാത്രമാണ് നമ്മളുടെ ഭാഗത്ത് നിന്ന് അത്തരം തിരിച്ചടികളൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ പാകിസ്ഥാൻ ഇതിൻ്റെ ആദ്യഘട്ടം മുതലേ സിവിലിയൻ മേഖലകളിലേക്കാണ് ഈ ആക്രമണം നടത്തുന്നത്. ഏതായാലും നേരത്തെ ജയലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ നാട്ടുകാരിൽ ഇന്നലെ തന്നെ സംസാരിക്കുമ്പോൾ അവർ പലരും പറഞ്ഞിരുന്നത് ഈ പൂഞ്ച് ഒട്ടും സുരക്ഷിതമല്ല. അതുകൊണ്ട് തന്നെ അവരൊക്കെ ജമ്മു, പത്താൻകോട്ട് തുടങ്ങിയ മേഖലകളിൽ പൂഞ്ചിൻ്റെ ഒരു ഡെമോഗ്രാഫി പറഞ്ഞു കഴിഞ്ഞാൽ സിഖ് സമുദായത്തിന് നല്ല സ്വാധീനമുള്ള മേഖലയാണ്. അതുപോലെ തന്നെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും എല്ലാവരും ക്രിസ്ത്യാനികളും ഒക്കെ ഉള്ള ഒരു മേഖലയാണ്. ഇവിടെയുള്ള ഈ സിഖുകാരുടെ ഏറെക്കുറെ അവരുടെ ബന്ധുക്കളും മറ്റും ഉള്ളത് ജമ്മു, പത്താൻകോട്ട് മേഖലയിലാണ്. ആ മേഖലയിലേക്ക് തങ്ങൾ കൂടുതലായി പോകുമെന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. പക്ഷേ ജമ്മുവിലും പത്താൻകോട്ടിലുമൊക്കെ പാകിസ്ഥാൻ ലക്ഷ്യം വെക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അല്പസമയം കൂടി കഴിയുമ്പോൾ മാത്രമായിരിക്കും പൂഞ്ചിൽ ഇന്നലെ രാത്രി നമ്മൾ കേട്ട സ്ഫോടന ശബ്ദങ്ങളുടെ ആഘാതം എന്താണ്, അതിലുണ്ടായിരിക്കുന്ന നാശനഷ്ടം എന്താണ്, എത്രത്തോളം ബാലുവിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട കാര്യം ബാലു പറഞ്ഞത് തന്നെയാണ്. ഇന്നലെ രാത്രി എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് പാകിസ്ഥാൻ ഇന്ത്യൻ മണ്ണിനെ ആക്രമിക്കാൻ ശ്രമിച്ചത്, എങ്ങനെയാണ് നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ ആ ആക്രമണ ശ്രമങ്ങളെ ചെറുത്തത്, അതിൻ്റെയൊക്കെ വിവരങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 10 മണിക്കുള്ള വിദേശകാര്യ പ്രതിരോധ മന്ത്രാലയത്തിന്റെ സംയുക്ത വാർത്താ സമ്മേളനത്തിനായി നമ്മൾ കാത്തിരിക്കുകയാണ്. കൃത്യം 10 മണിക്ക് തന്നെ എന്താണ് ഇന്നലെ രാത്രി സംഭവിച്ചത്, എങ്ങനെയാണ് നമ്മുടെ സൈന്യം പാക് മണ്ണിൽ നിന്ന് വന്ന ഭീകരവാദ ശ്രമങ്ങളെ ചെറുത്തു നിന്നത് എന്ന് നമുക്കറിയേണ്ടതുണ്ട്. റൈസിംഗ് കശ്മീർ ജമ്മുവിൽ നിന്ന് ഇറങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്താ മാധ്യമമാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ തലക്കെട്ടെന്ന് പറയുന്നത് ഇന്ത്യ ഡിസ്ട്രോയ്സ് എയർ ഡിഫൻസ് സിസ്റ്റം ഇൻ ലാഹോർ എന്നുള്ളതാണ്. ഇന്ത്യ ഡിസ്ട്രോയ്സ് എയർ ഡിഫൻസ് സിസ്റ്റം, പാകിസ്ഥാന്റെ ലാഹോറിലെ വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യ തകർത്തു എന്നുള്ളതാണ് കശ്മീരിൽ നിന്ന് ഇറങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റൈസിംഗ് കശ്മീർ എന്ന പത്രത്തിന്റെ ഇന്നത്തെ തലക്കെട്ട്. ഇന്ത്യ ഇന്റർസെപ്റ്റ്സ് 8 മിസൈൽസ് ഫ്രം പാകിസ്ഥാൻ ടാർഗറ്റിംഗ് ജമ്മു റീജിയൻ. ജമ്മു മേഖലയിലേക്ക് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് 8 മിസൈൽ ആക്രമണ ശ്രമങ്ങളാണ് ഉണ്ടായത്. ആ 8 ശ്രമങ്ങളും തകർക്കാൻ, പ്രതിരോധിക്കാൻ
ആ വ്യോമപാതയിൽ വെച്ച് തന്നെ ആകാശത്ത് തന്നെ അത് തകർത്ത് തരിപ്പണമാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു, നമ്മുടെ സൈന്യത്തിന് കഴിഞ്ഞു, നമ്മുടെ വ്യോമസേനയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് റൈസിംഗ് കശ്മീരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലക്കെട്ടായി വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് 10 മണിക്കുള്ള വാർത്താ സമ്മേളനത്തിന് വേണ്ടിയാണ്. വിദേശകാര്യ പ്രതിരോധ മന്ത്രാലയങ്ങളുടെ സംയുക്ത വാർത്താ സമ്മേളനമാണ് നടക്കാൻ പോകുന്നത്. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് നമ്മൾ ആ വാർത്താ സമ്മേളനത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. പാകിസ്ഥാൻ ഇപ്പോഴും ഒരു ഡിനയൽ മോഡിലാണ്. ഇതൊന്നും ഞങ്ങൾ ചെയ്തതല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ, പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ലോകത്തിന് മുന്നിൽ ലോകമെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും കൊടും ഭീകരന്റെ അടുത്ത അനുയായികൾ കൊല്ലപ്പെടുമ്പോൾ, കൊടും ഭീകരന്റെ അടുത്ത കുടുംബാംഗങ്ങൾ കൊല്ലപ്പെടുമ്പോൾ അതിന്റെ സംസ്കാര ചടങ്ങിൽ പാക് ചാര സംഘടനയായ ISIയുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് നേതൃത്വമാണ് ആ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്നത്. പാക് സൈന്യം തന്നെ അവിടേക്ക് എത്തുകയാണ്. പാക് സൈന്യത്തിന്റെ മുതിർന്ന ആളുകൾ ആ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുകയാണ്. പാകിസ്ഥാന്റെ പതാക പുതപ്പിച്ചാണ് ആ ഭീകരവാദികൾക്ക് അവസാന യാത്രയായി ആ ഭൂമി നൽകുന്നത്. ഭീകരവാദത്തോടൊപ്പം നിൽക്കുന്നു പാകിസ്ഥാൻ എന്നത് ഇതിലും വലിയൊരു തെളിവ് ലോകത്തിന് വേണ്ടതില്ല. ഈ കാഴ്ചകളൊക്കെ ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്.